സംഗി ആരിഫിനെ കുറിച്ച് വീഡിയോ ചെയ്യരുത് ഇത്ത, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് കണ്ടിരുന്നു. ആക്ച്വലി ഇത്തരക്കാരെ തുറന്നു കാണിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഞാനുള്ളത്. ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്കതിന്റെ ഡെപ്ത് അറിയാത്തത് കൊണ്ടാണോ അല്ല അത് മനസ്സിലാക്കാനിട്ടാണോ അത്തരം കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഇസ്ലാമിയത്തും എൻ്റെ ക്യാരക്ടർ അസാസിനേഷനും ഒന്നും നിങ്ങൾ മെനക്കെടണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുത ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്ലബ് ഹൗസിലായിരുന്നാലും ഇവർക്കൊപ്പം കുറച്ച് ദിവസം റൗണ്ട് അടിച്ചതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നെപ്പോലെ തന്നെ ഇവർക്കൊപ്പം നിന്ന കുറേ മനുഷ്യർ അവർക്ക് പറ്റിയ അബദ്ധം പുറത്തു പറയാൻ മീഡിയമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണക്കാർ തീവ്രമായി ഈ മതത്തിനെ ഫോളോ ചെയ്യുന്ന മനുഷ്യരാണ്. യെസ്, നിങ്ങൾ തന്നെയാണ്. തെറി വിളിക്കാതിരിക്കും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടിക്കലാവാൻ ശ്രമിക്കും. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു വൻ സംഘമാണ്. അവരുടെ ഉദ്ദേശം ഈ ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവർ കൂട്ടുപിടിക്കുന്നത് നമുക്കിടയിലുള്ള ആൾക്കാരെ തന്നെയാണ് എന്നുള്ളതാണ്. വാണം ആരിഫിന്റെ പേരാണ് അവർക്ക് പ്രിവിലേജ് ആയിട്ടുള്ളത്. വാണം ആരിഫിന് ഖുറാൻ അറിയില്ല, യാതൊരു രീതിയിലുള്ള ഒരു ബോധമുള്ള ഒരുത്തനല്ല. അവൻ പഠിച്ചത് വേറെ, അവന്റെ പ്രൊഫഷൻ വേറെ. ഇവിടുന്ന് നെറ്റിൽ നിന്ന് കിട്ടുന്ന രവി ദൈവത്തിനെ പോലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം വാണമാണ് അവൻ. എൻ്റെ വേർഡ് ഇതിനേക്കാൾ വൾഗറാവും. കാരണവും ഞാൻ പറയാം. ഇപ്പോൾ മദ്രസ പീഡനം എന്ന ഒരു സംഗതി അവൻ കൊണ്ടുവരുന്നിടം വരെ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സെർക്കംസേഷൻ, അതായത് സുന്നത്ത് കല്യാണത്തിന് ഞാൻ എതിർത്തിരുന്ന ഒരു കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ നോവരുത് എന്നുള്ളതാണ്. എന്നിൽ അമ്മയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സുന്നത്ത് കല്യാണം കാരണമാണ് ഇതിലെ ഉസ്താക്കന്മാർ പീഡിപ്പിക്കുന്നതെന്നും ആ പീഡനത്തിലൂടെയാണ് ഇങ്ങനൊരു വലിയ സംഗതി നടക്കണമെന്നുള്ള രീതിയിൽ നരേഷൻ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിന് കാരണം ക്ലബ് ഹൗസ് തന്നെയാണ്. ക്ലബ് ഹൗസിൽ ഇവർക്ക് തനിയെ ഓരോരോ ക്ലബ്ബുകളുണ്ട്. ഇപ്പം എനിക്കുമുണ്ട്. കണ്ടംപററി തോട്ട്സ് എന്നാണ് എൻ്റെ ക്ലബിൻ്റെ പേര്. എന്നെ വേറെ ഒരു ക്ലബിലും കയറ്റത്തില്ല. ഞാൻ തിരുത്തൽവാദിയാണല്ലോ. മറ്റെവിടെയും പോയാൽ എനിക്ക് സ്പേസ് കിട്ടും, പക്ഷെ ഞാൻ പോകാറില്ല. എനിക്ക് എൻ്റെ ക്ലബിലിരുന്ന് പറയാനുള്ളതേ ഉള്ളൂ. അവിടെ കേൾക്കാനുള്ളവർ വരും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും പോകാറില്ല. പ്രത്യേകിച്ച് എക്സ് മുസ്ലിം ടീമിൻ്റെ അടുത്ത് പോവില്ല. അവരെനിക്ക് തിട്ടൂരം കൽപ്പിച്ചവരാണ്. 6-ാം നൂറ്റാണ്ടിലെ ചരിത്രമൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഇവന്മാര് 22-ാം നൂറ്റാണ്ടിലും എനിക്ക് തിട്ടൂരം നിശ്ചയിച്ച ആൾക്കാരാണെന്നുള്ളത് വസ്തുത. അത് വേറൊരു വിഷയം, അത് പോകട്ടെ. അപ്പോൾ കുഴിയാന ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഹൗസ് ഉണ്ട്. അതിനകത്ത് വന്ന സ്പീച്ചസ്, അതിനകത്തേക്ക് ഒത്തിരി പേരെ ഇവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മദ്രസ പീഡനമുണ്ട്, പെൺകുട്ടികളെ കൊണ്ടുവരും, പെൺകുട്ടികൾക്ക് മദ്രസ പീഡനമുണ്ട്, ഭർത്താവ് ഉപദ്രവിച്ചവരുണ്ട്. അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് അതിനകത്ത് കൂടെ ഇങ്ങനെ പറയും. അനുഭവസ്ഥർ വന്ന് വായി തുറക്കുകയാണ്. ഇപ്പോൾ അബ്ദുൽ ഖാദറിനെ പോലുള്ള നാറികൾ ദുബായ് ജയിലിൽ പെട്ടിട്ട് അവനെയും കൊണ്ടുവന്നിരുത്തി പറയുന്നുണ്ട്. ദുബായിലെ ജയിലിലെ പോലീസ് അവന്റെ നിക്കറൂരി അവനെ പ്രോഗ്രാം ചെയ്തു പിൻഭാഗത്തുകൂടെ. ഇത് അവൻ വന്നിട്ട് സാക്ഷ്യം പറയുകയാണ്. ഇങ്ങനെ കുറേ സാക്ഷ്യം പറയുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു അത് കാണാനുണ്ടായിരുന്നത്. അതിൽ കൂടെയാണ് മദ്രസ പീഡനം ഹൈലൈറ്റ് ആകുന്നതും അതൊരു വലിയ സംഭവമാവുന്നത്. എക്സാമ്പിൾ പറയാം. കോയ കാളിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇല്ലേ, ഇതിനകത്തേക്ക് വിളിക്കുന്ന മെജോറിറ്റി ആൾക്കാരും, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 99.9% ആൾക്കാരും അവൻ തന്നെ ആളെ ഏർപ്പാടാക്കി വിളിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘം അവർക്കൊപ്പമുണ്ട്. സംഘത്തിൽ നിന്ന് ഒരെണ്ണം കൂട്ടം തെറ്റി വന്നിട്ടുണ്ട്. പുള്ളിയുടെ വോയിസ് ആണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ടാലേ നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. കുഴിയാന ക്ലബില് ഇവന്മാർ നടത്തിയ വൃത്തികേടിനെയാണ് ഞാനിവിടെ പറയുന്നത്. ഇവന്മാര് അതിലേക്ക് ഇപ്പം അഷ്കർ അലിയെ പോലുള്ളവരെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അഷ്കർ അലിക്ക് പീഡനം ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവന്മാർ പറയുന്നത്. ഈ പീഡനം ഏർപ്പെട്ടതിന്റെ വിവരണം കൂടെ കൊച്ചു കൊടുക്കുമ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും ആ പീഡനമുണ്ടെന്ന്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു സംഘടനാ മേധാവി എന്ത് ചെയ്യണം? ഇത്തരം പീഡനങ്ങൾ വന്നാൽ പോലീസിൽ വിവരം അറിയിക്കണം, ഇയാളെ കൊണ്ടുപോയി അവിടെ സാക്ഷ്യം പറയിക്കണം. അതിൻ്റെ ഒപ്പം പിന്നെ അത് കോടതിയല്ല, പോലീസാണ് അത് എടുക്കുന്നത്, ഗവൺമെന്റാണ് അത് എടുക്കുന്നത്. ഇവൻ വെറും സാക്ഷി മാത്രമായി മാറുകയാണ്. പ്രതിയും പിന്നെ ഗവൺമെന്റുമാണ് പിന്നെ ആ കേസ് കൊണ്ടുപോകണത്. ഇത്രയും സിമ്പിളായ ഒരു പ്രൊസീജിയർ ഉണ്ടായിട്ടും ഈ വന്ന ഒരാളെ പോലും കേസ് കൊടുക്കാൻ വേണ്ടി ഇവൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പോലും ഇസ്ലാമിയർക്ക് അത് മനസ്സിലായിട്ടില്ല. അവർ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ കുറ്റക്കാരാണ്, ഓരോരുത്തരും ഒന്ന് പറയുന്നല്ലോ, ഈ ഒരു വെപ്രാളത്തിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സംയമനം ചില സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് അവന്മാർ സ്കോർ ചെയ്യും. ഈ കൂട്ടുനിന്ന വ്യക്തിക്കും പറയാനുള്ളത് അതുപോലത്തെ ഒരു കഥയാണ്. കാരണം അവരെ അത്രത്തോളം ആക്രമിച്ചു. ആ ദേഷ്യത്തിൽ, ആ വൈരാഗ്യത്തിലാണ് അവരത് പറഞ്ഞിട്ടുള്ളത്, ഇവന്റെ ഒപ്പം നിന്നിട്ടുള്ളത്. ഇപ്പൊ അവർ മാപ്പ് സാക്ഷിയാവുകയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്.
ഇതിനകത്തെ മെയിൻ റോൾ ആയിരുന്നത് ആരിഫ് അലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുഴിയാന ക്ലബ്ബ് എന്ന് പറയുന്നത് ക്ലബ്ബ് ഹൗസിലെ ഒരു ക്ലബ്ബാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച കാണുകയും അതിനകത്ത് ചർച്ചകളൊക്കെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതിനകത്ത് ആ സാധനം പുറത്തേക്ക് വിടാൻ ഒക്കത്തില്ല. അതിനകത്ത് ക്ലബ് ഹൗസിൽ അംഗത്വം എടുക്കുക, നിങ്ങൾ ഈ കുഴിയാന ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് പഴയ കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ പോയി കേട്ട് നോക്കുക. അതിനകത്തൊക്കെ ഓരോരുത്തർ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട്, ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഒരു കാര്യം കൂടെ, പീഡനങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്, പഴയ കുറേ റിപ്പോർട്ട്സ് ഞാനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഭീകരമാണ് ഇല്ലാത്തൊരു പീഡനം ഉണ്ടാക്കി മദ്രസകളെ ടാർഗറ്റ് ചെയ്ത് മദ്രസകൾ പൊളിക്കാനും മദ്രസകൾ ഇല്ലാതാക്കാനും യവന്മാർ കളിച്ച കളി. ഏകദേശം ഏതാണ് എന്താ ലിങ്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പ്ലേ ചെയ്യാം അയാളുടെ വോയിസ്. അപ്പം ഇത് കുഴിയാന ക്ലബിലെ ആരിഫിന്റെ നേതൃത്വത്തിൽ നടന്ന മദ്രസ പീഡന കഥകൾ, അത് ഫേക്ക് ആണെന്ന് കുഴിയാന ഗ്രൂപ്പ് സ്ഥാപകനായ സജു ആണ് ഇത് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ പേര് സജു എന്നാണേ. മെന്റാലിറ്റി ഒന്നല്ല, നമ്മൾ ആ മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ മതത്തെ മാത്രം വിമർശിക്കുന്നു, മറ്റുള്ള നമുക്ക് വല്ല അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ എങ്കിലും ഇതിന്റെ ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു പ്രത്യേക മതത്തിനെ ടാർഗറ്റ് ചെയ്യണമെന്നൊന്നും മെന്റാലിറ്റി ഒന്നല്ല. നമ്മൾ ആ മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ മതത്തെ മാത്രം വിമർശിക്കുന്നു, മറ്റുള്ള നമുക്ക് വല്ല അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ എങ്കിലും ഇതിന്റെ സ്ട്രീമിങ് നടത്തിയത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന്. അന്ന് ഇതിന്റെ കോപ്പിറൈറ്റ് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ക്ലബ് ഹൗസിന് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യം അങ്ങനെ സംവിധാനങ്ങളൊന്നുമല്ല, റെക്കോർഡിംഗ് ഓപ്ഷൻ ഒന്നല്ല, സ്ക്രീൻ റെക്കോർഡിംഗ് നടന്നായിരുന്നത്. അപ്പൊ നമ്മൾ അവിടെ നടന്ന പരിപാടികൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഒരാളെ ഏൽപ്പിച്ച് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുമ്പോ കണ്ടേക്കുന്നു വേറെ ആൾ ഇടുന്നു. അപ്പൊ ഇതാരാ ഇടുന്ന ആള്? അങ്ങനെ ഗ്രൂപ്പുകൾ ചർച്ച ഇത് ആരാ ഇടുന്നത്, അങ്ങനെ ഷഫീഖ് അന്വേഷിച്ച് ലാസ്റ്റ് ആരിഫ് അതെന്റെ ഒരു സുഹൃത്താണെന്ന് പറയും. അപ്പോ ഞാന് അപ്പൊ തന്നെ ആരിഫിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോ ആരിഫ് ഇട്ടില്ല. അപ്പൊ ഷഫീഖ് തന്നെ ആരിഫിനോട് പറഞ്ഞു എന്താണെന്ന്. അപ്പൊ എന്റെ സുഹൃത്താണ്, അപ്പൊ ഇനി ചെയ്യരുന്ന് പറയും. നമ്മൾ ഇത്ര നേരം ഇരുന്ന് ഈ പരിപാടി അവതരിപ്പിക്കുമ്പോ കിട്ടുന്ന യൂട്യൂബിൽ ഇടാന്നുള്ളതല്ലേ. അപ്പൊ വേറെ ആൾ ഇടുമ്പോ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ പിന്നെയും ഇടാം അപ്പൊ നമുക്ക് ഞെട്ടലായി. അപ്പൊ നമ്മൾ ഉള്ളിലൊരാളാണ് പണിയെന്ന് മനസ്സിലായി. പക്ഷെ ആരാന്നറിയില്ല. പിന്നീടാണ് ആ ചാനൽ ആരിഫിന്റെ ചാനലായി വന്നത്. അപ്പൊ ആരിഫ് ഉള്ളിൽ നിന്നിട്ട് പണി ചെയ്യുന്ന ആളാണ്. ഇവനെ വെച്ചിട്ടാണ് സംഖ്യകൾ കൊണ്ടുപോയിട്ട് ഇതാക്കല്ലേ. അവന്മാർ എന്തെങ്കിലും അവനൊരു കാര്യം പറഞ്ഞ അവർക്ക് സാധിക്കാൻ പറ്റാത്തൊരു കേസാണെങ്കിൽ നേരെ അവന്മാരിട്ട് കുത്തും. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു പ്രത്യേക മതത്തിനെ ടാർഗറ്റ് ചെയ്യണമെന്നൊന്നും മെന്റാലിറ്റി ഒന്നല്ല. നമ്മൾ ആ മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ മതത്തെ മാത്രം വിമർശിക്കുന്നു. ഈ കുഴിയാന അണ്ടറിൽ നടന്നിട്ടുള്ള മദർസ പീഡന കഥകൾ എന്ന് പറഞ്ഞ പരിപാടി, അത് ഞാനും ആരിഫ്, അതേപോലെ ഈ ഷഫീഖ്, അതുപോലെ കുറച്ച് ആൾക്കാർ ലിയാഖത്ത് ഇടയ്ക്ക് വരുമെങ്കിലും ലിയാഖത്ത് ആ ചർച്ചയ്ക്കുള്ളിൽ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു വേറെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഒരു അതിഥി പോലെ. ആദ്യമൊക്കെ നമ്മളൊപ്പം ഉണ്ടെങ്കിലും പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളാണ്. ആ സമയത്ത് മാത്രം ആൾ വരുള്ളൂ. കൂടുതൽ ചർച്ചകൾക്കൊന്നും പോകുക ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളറുകൾക്കൊന്നും കൊള്ളില്ല. അങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ എന്താ പറയാ, അവിടെ വന്നിട്ടുള്ള പല ആൾക്കാരും ഫാത്തിമ നഗർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ക്ലബ് ഹൗസിൽ നമ്മൾ വലിയ ക്ലബ് ഹൗസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്റെ മദ്രസ പീഡന കഥകൾ. അതിൽ നിന്നാണ് ഈ മദ്രസ പീഡനങ്ങളൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഭയങ്കര വിഷയം. എന്തായാലും അതിന്റെ ഉള്ളറിയും നടന്നതെന്ന് പറഞ്ഞാല് മദ്രസകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മളത് പറയാന്ന് വെച്ചാല് അവിടെ സാക്ഷ്യം വഹിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ ഫുള്ള് പൊട്ടത്തിട്ട് അവര് ഉണ്ടാക്കി പറഞ്ഞതാണ്. പരിപാടി കുറച്ചും അവരുടേതായ സ്റ്റൈലിൽ ഇതാക്കിയ നോണ പറഞ്ഞതാണെന്ന്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പല ഗ്രൂപ്പുകളും അഡ്മിൻ ഗ്രൂപ്പുകളിലൊക്കെ പലരും സജീവമായിട്ട് ചർച്ച തന്നിട്ടുണ്ട്. ഇയാൾ പറഞ്ഞു പൊളിയാണ്, ഈ പറഞ്ഞു നുണയാണ്. കാരണം ചില ആൾക്കാർ ഒരുമിച്ച് ഒരേ മദ്രസയിൽ പഠിച്ചവരാണ്. അപ്പൊ അവർക്കറിയാം ഒരേ ക്ലാസ്സിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള സംശയം ഇവർ ഉണ്ടാക്കി പറഞ്ഞത് അതിന് വിഷയം വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഇതിലുള്ള ആളുകൾ പരസ്പരം പൈസ ഇടപാടുകളൊക്കെ വന്നപ്പോഴാണ് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ വെള്ളടിച്ചിട്ട് വർത്താൻ പറഞ്ഞൊക്കെ വീറൊക്കെ അടിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ വീറടിച്ചിട്ട് തല്ലിയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പൈസ ഇടപാടുകൾ വന്നപ്പോ ഇവര് തമ്മിൽ പിന്നെ തല്ലിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങി.
അങ്ങനെ പലതുണ്ട്. ചിലർ ഉള്ളിലിട്ടാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് പവർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇത് അവിടെ ഈ മദ്രസയിൽ കുട്ടികൾ പിടിപിടുന്നുണ്ട്. പക്ഷെ ഈ മദ്രസ പിന്നെ കഥ എന്ന് പറഞ്ഞതിൽ സാക്ഷ്യം വന്ന ആൾക്കാർ പറഞ്ഞ തള്ളുകൾ മൊത്തം തള്ളുകളായിരുന്നു. വേറൊരു കാര്യം പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇപ്പോ കേരളത്തില് എടുത്തു നോക്കിയ UP-യിൽ എടുത്തു നോക്കി കഴിഞ്ഞാല് കേരളത്തിൽ ഒരുപാട് കേസുകൾ വേണമെങ്കിൽ ഉണ്ടാവും. ചിലപ്പോൾ UP-യിൽ അല്ലെങ്കിൽ വേറെ ഒരു ഏകാധിപത്യ ഏത് മുഖ്യമന്ത്രി ആയാലും ആരായാലും ശരി അവിടെ കേസുകൾ കുറവായിരിക്കും. കാരണം വെച്ചാല് കേരളത്തിലെ ഏത് പൗരനും ഇഷ്ടമുള്ള ഒരു സ്ത്രീക്കോ കേസ് ഫയൽ ചെയ്യാൻ ഉള്ളൊരു സൗകര്യം ഉണ്ടാവും. അതേസമയം ഒരു കുറച്ച് എന്താ പറയാ ഒരു അടുക്കപ്പെട്ട സ്ഥലങ്ങളിലാന്ന് വെച്ചാല് അങ്ങനെ പറ്റില്ല, സൗകര്യം ഉണ്ടാവില്ല. ചില ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭരണകർത്താവിന്റെ വിഭാഗക്കാരാണെങ്കിൽ അവരെ ഇതൊക്കെ കേസെടുക്കാൻ പോലീസ് ബുദ്ധിമുട്ടും. കേസ് ഇവിടെ കേരളത്തിൽ എടുത്ത അതിനുശേഷം കേസ് ഫയൽ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞ നിയമം നടപ്പിലാവുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ച. പക്ഷെ കേസ് എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറയപ്പെടുന്ന മദ്രസയെന്നല്ല സ്കൂളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കോൺവെന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പല ഹിന്ദു മദ്രസകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിം സമൂഹത്തിന് പുരോഗമിച്ച സമൂഹമാണെന്നുള്ള ഏറ്റവും ഉദാഹരണമാണ് ഈ പീഡനങ്ങൾ റിപ്പോർട്ടുകൾ ഇതാക്കിയത്. കാരണം വെച്ചാൽ അവരെ ഒരാൾക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം സ്വന്തം ഈ കുട്ടിയെ പിടിപ്പിച്ചാൽ ഉടനെ കേസ് കൊടുക്കും. ആ ഒരു എന്താ പറയാ മഹല്ല് വർക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കംപ്രസ് ചെയ്യാനോ എന്താ പറയാ പ്രഷർ ചെയ്യാനോ കഴിയില്ല എന്നുള്ള ഇതിൽ അവർ ആ സമൂഹം മാറിയിരിക്കുന്നതിന്റെ ഒരു കാര്യം തന്നെയാണത്. അത് മനസ്സിലാക്കാതെ ഇവിടെ കൂടുതലാണെന്ന് പറഞ്ഞ് ചിന്തിച്ച് അതൊരു ഞങ്ങൾക്ക് അന്നൊരു ഇസ്ലാമോഫോബിയ പിടിപെട്ട അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇന്നിപ്പോ റിവ്യൂ ആൾക്കാരൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അതേ വകുപ്പിൽപ്പെട്ടവരായിരുന്നു ഞങ്ങള്. അപ്പൊ പിന്നെ ഞങ്ങൾ ആ ഒരു അന്ധതയില് ആ ഒരു വാശിയിൽ ആ ഒരു വിരോധത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആ ഒരു അന്ധതയിൽ, ആ ഒരു വിരോധത്തിൽ, ആ ഒരു വാശിയിൽ ഞാൻ ചെയ്തു പോയതാണ് പെങ്ങളെന്ന് അവൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് സ്ഥിരമായി കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സത്വം ഇവനാണെന്നുള്ളത് തെളിവാണ് ഈ കൊണ്ടുവെക്കുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ അവിടെ നടന്നതെന്ന്. അഷ്കർ അലി വന്ന് പറഞ്ഞത് തന്നെ കളവായിരുന്നു. അഷ്കർ അലിയുടെ വോയിസ് കൃത്യമായി അഷ്കർ അലിയെ ഇവരെങ്ങനെ യൂസ് ചെയ്തു എന്നും, അഷ്കർ അലിയുടെ പേർക്കല്ല ചാനല്, ആ ചാനലിൽ മില്യൺ വ്യൂ പോയിട്ടുണ്ടായിരുന്നു. അവനിട്ട് ഒരു ഇത് വെച്ചിട്ട് അത് രവിയും കൂടെ ചേർന്നിട്ടാണ് കളി. രവിയും ആരിഫും കൂടെ ചേർന്ന് ആ പയ്യനെ ബല്ലിയാടാക്കുകയാണ് ചെയ്തത്. അതിന് കൂട്ടുനിന്നതാണ് ഇവറ്റകളൊക്കെ തന്നെ. ഇവർക്കൊക്കെ തന്നെ ചാനലിടുക, ചാനലിൽ കൂടെ പൈസ സമ്പാദിക്കുക, അതാണ്. ഈ പറയുന്ന കുഴിയാന ക്ലബിൽ വന്ന വോയിസുകളൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നത് ആരിഫ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ചാനലിൽ കൂടെയാണ്. പിന്നീട് കാലക്രമേണ അത് അവന്റെ ചാനലായി മാറുന്ന ഒരു രീതിയാണ് അവർ കണ്ടത്. അപ്പോഴാണ് ഈ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലായത് റിഫോർമേഷൻ എന്ന രീതിയിലല്ല ഇവൻ ഇസ്ലാം മതത്തിന്റെ ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ നിന്നത് എന്തിനാണ്? കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ഈ ഒരു അട്രോസിറ്റി മാറണം, മുതിർന്ന ശേഷം അവർ ചെയ്തോട്ടെ എന്നുള്ളതായിരുന്നു എന്നെ കൺവിൻസ് ചെയ്തത്. അങ്ങനെയായിരുന്നു. ഇസ്ലാമിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളുടെ പേരിന്റെ ഒപ്പം പോലും മുഹമ്മദ് എന്ന് ചേർത്ത് അത്രയും തീവ്രമായി ഞാൻ അത്രയും റെസ്പെക്റ്റോടെ വെച്ചിരുന്ന വ്യക്തിയെ തന്നെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഇവന്മാരുടെ ബ്രെയിൻ വാഷാണ്. നമുക്ക് പോലും അങ്ങനെ സാധിക്കുന്നു, നമ്മളെപ്പോലും അങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ പാവം ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്ര പറ്റൂല. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവർ ക്ലബിടുമ്പോൾ അവിടെ കാണാൻ കാഴ്ചക്കാരായിട്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോ തവണയും പോയി നോക്കണം, ഒരു മിനിമം ഒരു 12K എങ്കിലും ഉണ്ടാവും. 12,000 പേരെങ്കിലും ഓരോ നൈറ്റും ഇവരുടെ കഥ കേൾക്കാൻ അവിടെ പോയി ഇരിക്കും. ഇസ്ലാമിനെ കൊല വിളിക്കുന്നുണ്ടായിരുന്നു ഇവർ ക്ലബ് ഹൗസ് എന്നൊരു മീഡിയത്തിൽ കൂടെ. അത്രത്തോളം വൾഗറായി ഇവർ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു സമയത്ത് എന്നുള്ളതാണ്. ഞാൻ ഇവരുടെ ക്ലബ്ബിൽ പോയിട്ടില്ല, പക്ഷെ വിരോധമുണ്ടായിരുന്നു. ഉള്ളിൽ ഒരു നെരിപ്പോട് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ വിഭാഗക്കാരാണ്, അവർ തെറ്റ് ചെയ്യുകയാണ്. അവരെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരണം, അതിന് നമ്മൾ എഫർട്ട് എടുക്കണം. ഇതായിരുന്നു നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നത്. വാസ്തവത്തിൽ ഇവിടെ മദ്രസ പീഡനങ്ങളുണ്ട്, ശരി. അതേപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിലും ഈ പീഡനങ്ങളുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് മദ്രസ പീഡനങ്ങൾ പറയുന്നത് തന്നെ മദ്രസകൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും കാരണമായിട്ടുണ്ട്. ഞാനും പറഞ്ഞു ഇതിന് സൊല്യൂഷൻ ഉണ്ട്. മദ്രസ പഠനമല്ല നിർത്തലാക്കേണ്ടത്, അമ്മയുടെ മുമ്പിൽ വെച്ച് പഠിപ്പിക്കട്ടെ. അമ്മയുടെ മുമ്പിൽ അവർ പഠിപ്പിക്കട്ടെ, ഓൺലൈൻ പഠിപ്പിക്കട്ടെ. കൊറോണ സമയത്ത് മൊബൈൽ ഉപയോഗിച്ചല്ലേ കുട്ടികൾ പഠിച്ചത്, അതുപോലെ പഠിക്കട്ടെ എന്ന സജഷൻ പോലും പറഞ്ഞു. അപ്പൊ ഇത് മറ്റൊരു രീതിയിൽ പോകുന്നു. ഇതിനെ ശരിയായ അർത്ഥത്തിലല്ല, അവരുദ്ദേശിക്കുന്ന രീതിയിൽ മദ്രസ പഠനം തന്നെ നിർത്തലാക്കി ഈ സമൂഹത്തിന് തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് ഇത് വെക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുത്തപ്പെട്ടത്. അതേപോലെ അഷ്കർ അലി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഭദ്രമാണ്. അത് ഞാൻ ഒരു ദിവസം പ്ലേ ചെയ്യാം, ഇപ്പോഴല്ല. ഇനി ഷാലു എന്ന് പറയുന്ന കുട്ടി ഇവരുടെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു.
ഇവളും ഇതുപോലെ ന്യൂറോൺസിൽ പോയിരുന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. എന്നെ കാലുകൊണ്ട് ചെയ്തു. അതായത് ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലുകൊണ്ട് അവളുടെ മാറിൽ ചവിട്ടി, മാറിൽ പിടിച്ചു. അങ്ങനെ എന്നിട്ട് ഉമ്മയോട് കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ ഉമ്മ കേട്ടില്ല. ഷാലു പറഞ്ഞതാണ് സ്വന്തം പേരൻസിന്റെ അടുത്ത്, പേരൻസിനെ വെച്ചിട്ട്. പക്ഷെ ഞാൻ അതിന് എതിർഭാഗം പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ വയസ്സ് എത്രയാണോ അന്നത്തെ പള്ളിയിലിരിക്കുന്ന ഉസ്താദിനെതിരെ കേസെടുക്കാൻ പറ്റും. നിയമ പരിപാടി ഞാൻ ചെയ്തു തരാം, നീ ധൈര്യസമേതം മുന്നോട്ട് വന്നു. അവൾ അന്ന് മുങ്ങിയതാണ്, പിന്നെ പൊങ്ങിയിട്ടില്ല. ഇസ്ലാമിക വിമർശനവും നിർത്തി, അതിപ്പം മോഡലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് തുണി ഉരിഞ്ഞ് കുറെ ഡാൻസ് കാണിച്ചു, അതിന് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തുണി ഊരാനല്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് വിമർശനം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അത് ഒതുങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ അവർ കൈയെടുക്കുന്നതും കൊണ്ടുപോയി ഉപദ്രവിക്കുന്നതും. അവർക്കറിയത്തില്ല, ഒരുപാട് വൈകിപ്പോവും. നന്നായി വെച്ച് അനുഭവിച്ച് അവന്മാരെ കൊണ്ട് ചെയ്യാവുന്ന അത്ര മോശത്തരങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കുട്ടികളെ കൊണ്ട് തള്ളിയ ശേഷം ചണ്ടിയാക്കി വലിച്ചെറിയുകയാണ് അവന്മാർ ചെയ്യുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു സംവിധാനത്തിന് കൂട്ടുനിൽക്കുന്ന സ്ത്രീ എന്ന് അവകാശപ്പെടുന്ന കാമിതയും കൂടെയാണെന്ന് ഓർത്തോണം. ഇതേപോലെ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് വാക്ക് പറയിക്കുകയാണ്. അവർ പറയാണ് ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഞങ്ങളുടെ ഉസ്താദ് പീഡിപ്പിച്ചു, ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ താമസിക്കുന്ന കോട്ടയം ജില്ലയിലാണ്, ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും ക്രൈം റിപ്പോർട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോലീസുകാർ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ മൊത്തം കേരളത്തിൽ കോട്ടയത്താണ് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ്. ക്രൈം വളരെ കുറവാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, വളരെ കാമാൻ ക്വയറ്റായ ഒരു പ്ലേസാണ്. എന്തുകൊണ്ട് ക്രൈം റേഷ്യോ വരുന്നു? ഇവിടെ പോലീസ് വിജിലൻ്റ് ആണ്, ഡയറക്റ്റ് ആക്ഷനിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ക്രൈം റേഷ്യോ കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളെ പറ്റി, മദ്രസയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സമുദായത്തിന്റെ വിലക്കുകളില്ലാതെ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ഉമ്മായും വാപ്പായും തന്നെ മുൻകൈ എടുത്ത് കേസുകൾ കൊടുക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ദാറ്റ് മീൻസ് വാട്ട്? ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത് പോലെ എന്റെ മകളെ അച്ഛൻ പീഡിപ്പിച്ചാൽ ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് അവകാശം പറയുന്നില്ലല്ലോ ഇവിടെ. അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. സമുദായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നോ? ഇല്ല. അതേപോലെ ഈ ഹിന്ദുമത സന്യാസികൾ പറയുന്നുണ്ടോ? അവർ വെളിയിൽ പറയുന്നുണ്ടോ? ഇല്ല, പറയില്ല. കാരണം അവരെ സമുദായം വിലക്കും. പക്ഷെ ഈ സമുദായം വിലക്കുന്നില്ല, നിഷ്പക്ഷമായി നിന്ന് ഹാൻഡിൽ ചെയ്യണു. പക്ഷെ അവരെ അടിക്കാൻ ഇവന്മാർ കള്ളക്കഥകൾ ഉണ്ടാക്കി അത് ക്ലബ് ഹൗസിൽ കൂടെ പ്രചരിപ്പിച്ചിട്ട് ആ സാധനം ഇവന്റെ ടൈം ലൈനിൽ കൂടെ ഇട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, തുടക്കം മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ആരിഫ് ജാമിദ എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് സത്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ, ഒരുപാടുണ്ട്. അത് പറയാൻ ഒരു ദിവസമോ 2 ദിവസമോ പോരാ. പലരും പറയും ഈ ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ എടുത്തുകൊണ്ട് പോയിക്കോ, ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ അതിൽ കൂടെ പറയും. എനിക്ക് മനസ്സിലായ കാര്യം എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. മൊബൈൽ തട്ടിപ്പറിക്കാൻ പോലീസിനെ ഏർപ്പാടാക്കിയാൽ ഞാൻ ഇത് ക്ലൗഡിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് എടുത്തുകൊണ്ട് ഇതൊന്നും ഞാൻ മറുപടി തരും എന്നുള്ള തർക്കമേ വേണ്ട. എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസുകളുണ്ട്. ഇവന്മാർ കാണിച്ച സർവ്വ ചെറ്റത്തരവും 1 by 1 ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സ്പെഷ്യലി ഞാൻ ആർക്കും കോപ്പിറൈറ്റ് തരത്തില്ല. ഈ വോയിസ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ പ്രചരിപ്പിക്കണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇങ്ങനെ ഇവന്മാർ ചെയ്യുന്നുണ്ടെന്ന് പൊതുസമൂഹം അറിയണം. നമ്മളുടെ സമുദായത്തിനെ അവഹേളിക്കാൻ വേണ്ടി സംഘികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഇവനെതിരെ കേസ് കൊടുക്കണം. മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊണ്ട് സുപ്രീം കോടതി കൊടുത്തപ്പോൾ മദ്രസകളിലേക്ക് നിങ്ങൾ എന്തിന് കണ്ണ് വെക്കണമെന്ന് പറഞ്ഞ് എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ ഡേഞ്ചറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘികൾ കയ്യേറിയ ഒരു കോടതിയാണ് നമുക്കുള്ളത്. എന്തോ ഭാഗ്യവശാൽ അവരെ കയ്യിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സമുദായത്തിന്റെ സുരക്ഷിതത്വം, നമ്മുടെ സമുദായത്തിന്റെ ആ യൂണിറ്റി അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ എഫർട്ട് എടുക്കണം. ഇത്തരത്തിൽ പുഴുക്കുത്തുകളായി അവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ് ഈ ആരിഫ് സംഘി. ഈ സംഘി ചെയ്യുന്ന ദ്രോഹത്തിന്റെ കാഠിന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇവൻ ചെയ്യുന്ന വീഡിയോസിൽ തന്നെയുണ്ട് ഇവന്റെ കള്ളത്തരം. ഇവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സംഘി കോളിങ്ങിലേക്ക് സാധാരണ മനുഷ്യർ വിളിക്കുന്നെന്ന്? ഇവൻ ഏർപ്പാടാക്കിയ ആളുകളാണ് അതിനകത്തേക്ക് വിളിക്കുന്നത്. ഷെഫീന ബീവി അറിയില്ലെന്ന് പറഞ്ഞ ഈ ചെറ്റ എന്നെ വിളിക്കുന്നതിന്റെ റെക്കോർഡ് ഞാൻ പബ്ലിഷ് ചെയ്യും. എന്നെ അറിയത്തില്ലല്ലേ അവന്? എന്നെ അറിയണ്ട. ഇനി സാജുവിനെ അറിയില്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ക്ലബ് ഹൗസിൽ മെമ്പർഷിപ്പ് എടുക്കുക, നിങ്ങൾ പോവുക. ഈ പറയുന്ന ക്ലബ്ബ് അവിടെയുണ്ട്, കുഴിയാന എന്ന് പറയുന്ന ക്ലബ്ബാണ്.
ഞാൻ എൻ്റെ പിക്ചർ ഇവിടെ ചേർത്ത് വെക്കാം. ആ സംഗതിയിൽ പോയാൽ അവിടെ ഉണ്ട് ഇവർ നടത്തിയ ഡിബേറ്റ്സ് ഒക്കെ. 3 വർഷക്കാലമായി ഇത് കണ്ടിട്ട് മിണ്ടാൻ വയ്യാതെ, ഒന്നും പറയാൻ വയ്യാതെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എനിക്കിത് അവസരമാണ്, ഞാനിത് നിങ്ങൾക്ക് തരുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യന്റെ ലൈഫ് റിസ്കിലാക്കിയിട്ടാണ് ഇത്തരം ന്യൂസുകൾ കൊണ്ടുവന്ന് തരുന്നത്. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയി കുതികാല് വെട്ടിയെന്നോ അല്ലെങ്കിൽ കുലം കുത്തിയെന്നോ എന്ത് പറഞ്ഞാലും എൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളതെന്ന് വസ്തുത. നീ എൻ്റെ നാളും പേരും ഗോത്രവും അന്വേഷിച്ചുകൊണ്ട് വരണ്ട. അത് അറിയണമെന്നുള്ളവർ പറകുന്ന പീവോ നാവായിക്കുളം ഷെഫീന മൻസിൽ എന്നാണ് വീട്ടുപേര്. അവിടെ പോയി അന്വേഷിച്ചാൽ കിട്ടും. കൂടുതലൊന്നുമില്ല. മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് അവരവരുടെ വോയിസും അവരവർ വന്ന് ചാനലിൽ കൂടെ പറയാൻ പോലും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കുക. പെട്ടുപോയതാണ്. അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇവനാണ് അതിൻ്റെ മൂലാധാരം എന്നുള്ളത് മനസ്സിലാക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാനിത് പ്ലേ ചെയ്യാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.